ഹലോ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാഗമൺ യാത്രേനെ കുറിച്ചാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലബ്ബിലെ മെമ്പേഴ്സും ഫാമിലീസുമാണ് ഈ യാത്രയിലുണ്ടായിരുന്നത്. കുറേ നാളായിട്ടൊരു ഫാമിലി ട്രിപ്പ് പോകണം എന്നവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ അത് സാധ്യമായി എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഒരു ഭക്തിഗാനത്തിൽ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് സെൽഫ് ഇൻട്രൊഡക്ഷൻ സെഷനായിരുന്നു. അതിലെല്ലാവരും അവരവരെ പരിചയപ്പെടുത്തി അമ്മമാരൊക്കെ പാട്ടൊക്കെ പാടി. അമ്മമാർ മാത്രമല്ല കേട്ടോ, എല്ലാവരും തന്നെ പാട്ട് പാടിയെന്ന് വേണം പറയാൻ. ജോക്കുട്ടൻ വാസ് ഫുൾ ബാങ് ഓൺ ബിക്കോസ് ഹി വാസ് റെസ്പോണ്ടിങ് ടു എവറി സോങ്സ് ആൻഡ് മ്യൂസിക് ദാറ്റ് വാസ് സങ് ആൻഡ് പ്ലേഡ്. പിന്നെ ചിലരുടെയൊക്കെ ഇൻട്രോ ഇറ്റ് വാസ് റിയലി ഫൺ ടു വാച്ച്. ഇവരൊക്കെ വീട്ടിലിരുന്ന് എങ്ങനെ സെൽഫ് ഇൻട്രോ അടിപൊളിയാക്കാം, വെറൈറ്റി ആക്കാം എന്ന് ആലോചിച്ചിട്ടാണോ വന്നേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ബസ് യാത്രയിൽ ഡാൻസ്, പാട്ട്, എൻജോയ്മെൻറ്റ് ഫുൾ ബാങ് ഓൺ ആയിരിക്കുമല്ലോ. നമ്മളൊരു 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചതെങ്കിൽ പോലും എല്ലാവരും ഒന്ന് സെറ്റായി കോർഡിനേറ്റായി വന്നപ്പോഴേക്കും 3 മണി കഴിഞ്ഞു. എന്നാലും ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് ഫിൽഡ് ആയിരുന്നു. കരഞ്ഞു കാട്ടിൽ കഴിയുന്ന രാമനെ കണ്ടു കൺകുളിരല്ലേ വാത്സല്യമല്ലേ. ഏകദേശം ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്പോട്ട് എത്താറാകുമ്പോൾ ആ ഒരു കോട, ദാറ്റ് വ്യൂ, നേച്ചറിൻ്റെ വ്യൂ ആൻഡ് ദാറ്റ് പ്ലേ ബാക്ക് ആൻഡ് ദ സോങ്സ് that was sung at that moment felt so relaxing and soothing to the eyes and soul. ഏകദേശം നമ്മളൊരു 8:30 ആയപ്പോഴേക്കും സ്പോട്ട് എത്തി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. അതിന് ചുറ്റും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരം. പിന്നെ നമ്മൾ ജോക്കുട്ടൻ്റെ കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തായിരുന്നു. പിന്നെ ജോക്കുട്ടനെ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ജോക്കുട്ടനായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ എടുത്ത് പറയട്ടെ, അന്നത്തെ ഫുഡ്, രാത്രിയത്തെ ഫുഡ് പിറ്റേന്ന് രാവിലെ ആൻഡ് ലഞ്ചിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് ക്ലബ് മെമ്പേഴ്സായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിനായിട്ട് അന്ന് രാത്രിത്തേക്ക് ബീഫ് കറി ആൻഡ് നെയ്ച്ചോറായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അവർ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മാറിനേറ്റ് ചെയ്ത കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജോക്കൂട്ടൻ്റെ കുറുക്കിൻ്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ റെഡിയാക്കി. പിന്നെ ഇത് നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് കാണണേ. തൊട്ട് ബാക്കിലായിട്ടൊരു ചെറിയ ബാൽക്കണി ഉണ്ടായിരുന്നു. രാത്രി ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ. ആ കോടയുടെ ഇടയിലുള്ള ആ വ്യൂ ഉണ്ടല്ലോ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ പിള്ളേരൊക്കെ ഹാപ്പി ആയിരുന്നു, ഓടിച്ചാടി നടക്കുമായിരുന്നു. ആദ്യം തന്നെ മാറിനേറ്റ് ചെയ്ത കരിമീൻ എടുത്തിട്ട് പൊരിക്കാൻ തുടങ്ങി. അത് വന്നും പോയി തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ആരൊക്കെയാണ് കഴിക്കണേന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ആക്ച്വലി ലേഡീസ് ആൻഡ് അമ്മാസ് ഒന്നും അറിയേണ്ട വന്നില്ല കേട്ടോ. എല്ലാം അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ബീഫ് കറിക്കുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടിട്ട്, പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ കുഞ്ഞായിട്ട് നടക്കാനിറങ്ങി. പിന്നെ കുറച്ച് ക്യൂട്ട് വീഡിയോസ് ആൻഡ് ഷോർട്സ് എടുത്തു. സുഹൃത്തുക്കളെ, ഞാൻ വ്ളോഗിൽ ഈ ഷോർട്സൊക്കെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അധ്വാനിക്കുന്ന ഷെൽജോയാണ് നിങ്ങൾ കാണുന്നത്. അല്ല കേട്ടോ, ഇതൊക്കെ ശരിക്കും ഷെൽജൊക്കെ തന്നെ ലീഡ് ചെയ്തത്. ആ തിളയ്ക്കുന്ന ബീഫ് കറി, മറ്റേ അടുപ്പിൽ നമുക്ക് വേവാനുള്ള നെയ്ച്ചോറ്, ആഹാ അന്തസ്. ഒരു സൈഡിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ മറ്റേ സൈഡിൽ ക്യാമ്പ് ഫയർ സെറ്റിംഗ് തുടങ്ങി. പ്രിപ്പറേഷൻസ് ഓൺ ഗോയിങ് ആയിരുന്നു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങി. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴയല്ല, കോടയാണ്. കെൻ യു സീ ദറ്റ് കോട? ഞാൻ ഫോക്കസ് ചെയ്തിട്ടും കോടയിലിരിക്കുന്നത് ശരിക്കും ഇങ്ങനെ തന്നെയാണ് കാണാൻ, വ്യത്യാസമൊന്നുമില്ല. കെൻ യു സീ ദറ്റ്? ആ ഗേറ്റ് ആ കോടയുടെ ഇടയിൽ നിൽക്കണത്, നോ വ്യത്യാസം പറ്റുള്ളൂ. ആ എന്ത് രസമല്ലേ, നല്ല തണുപ്പുണ്ട് കേട്ടോ.
നമ്മൾ കുറച്ച് നേരം ആ കോട എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേ ക്യാമ്പിലേക്ക് പോയി. നിങ്ങൾ കാണുന്നുണ്ടോ ആ ക്യാമ്പ് ഫയർ? ഇത്രയും കോടയും തണുപ്പിൻ്റെ ഇടയിൽ ആ ക്യാമ്പ് ഫയർ അനിവാര്യമായിരുന്നു. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടോ. നെയ്ച്ചോറ് വിളമ്പുന്ന ഷെൽജോ, ഈ കോടയിൽ നല്ല ചൂട് നെയ്ച്ചോറ്, ആഹാ അന്തസ്. ബീഫ് കറി വിളമ്പുന്ന അനൂപ്, അച്ചാർ വിളമ്പുന്ന വിനു ദ സഖാവ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. ദാറ്റ് വാസ് ദ പ്ലസ് പോയിൻറ്റ്. പിന്നെ നമ്മൾ ജോക്കുട്ടൻ്റെ കുറച്ച് ക്യൂട്ട് വീഡിയോസൊക്കെ എടുത്തു, അവനെ കിടത്തി ഉറക്കി. ഞാനൊന്നും കൂടെ ഒന്ന് കോട കാണാനൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങി. കോടയും മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഇവർ മെമ്പേഴ്സൊക്കെ ഫുൾ ഓണായിരുന്നു, അവർ പാട്ടൊക്കെ പാടി ഫുൾ എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 1 ഓഫ് വാഗമൺ വ്ളോഗ് എൻഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. See you in the next video.